ഇന്നത്തെ ദിവസത്തിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് തൻ്റെ സ്നേഹം മുഴുവനും ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ മക്കളായി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് അതിനെ വിശ്വസ്തയോടെ നയിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട്. ഒരു മണവാളൻ എപ്രകാരമാണോ മണവാട്ടിയെ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിച്ചുകൊണ്ട് രക്ഷ നൽകുവാനായിട്ടാണ്. ജ്വലിക്കുന്ന പന്തം പോലെ പ്രകാശിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന്, അങ്ങനെ കർത്താവിൻ്റെ കയ്യിൽ ഒരു മനോഹരമായ കിരീടമായി മാറണമെന്നും യേശയ്യാ പ്രവാചകൻ പ്രത്യേകമായിട്ട് നമ്മെ ഓർപ്പിക്കും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തൻ്റെ ഇച്ഛയ്ക്കടുത്ത ദാനങ്ങൾ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്നും നമ്മൾ ഓരോരുത്തരും അവിടുത്തെ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു നിറവായിട്ട് മാറുവാൻ ആത്മാവിൻ്റെ ജ്വലനം നമുക്ക് നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നുവെന്ന് നമ്മെ ഓർപ്പിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കാനായിലെ കല്യാണത്തെക്കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. ആദ്യത്തെ കുടുംബം പാപം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ പുതിയൊരു കുടുംബത്തെ രൂപീകരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ മാതിരി വളർന്നു വന്ന ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് കാനായിലെ കല്യാണവേളയിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കുടുംബത്തിൽ തന്നെ. ഈ കുടുംബത്തിൽ കുറവുണ്ടായപ്പോൾ പരിശുദ്ധ കന്യാമറിയം മകൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല. സ്ത്രീയെ എനിക്കും നിനക്കും എന്തെന്നാണ് ചോദിക്കുന്നത്. ഈ സ്ത്രീയെ പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോഹന്നാൻ്റെ രണ്ട് സ്ഥലത്താണ്. ഒന്ന് കാനായിലെ കല്യാണവേളയിലും മറ്റൊന്ന് കുരിശിൻ ചുവട്ടിലും. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്നും, കാനായിലെ കല്യാണവേളയിൽ സ്ത്രീയെ എനിക്കും നിനക്കും എന്താ, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് പറയും. അതായത് ആദ്യത്തെ സ്ത്രീയായ ഹവ്വ പാപം ചെയ്തുകൊണ്ട് ദൈവകൃപ നഷ്ടപ്പെടുത്തി. രണ്ടാമത്തെ ഹവ്വയായ മറിയത്തിലൂടെ ഇതാ സമയം പൂർത്തിയാക്കുവാനായിട്ടാണ് അവളെ പ്രത്യേകമായിട്ടും ദൈവം തിരഞ്ഞെടുത്തുവെന്നും സഹരക്ഷകയാക്കി മാറ്റിയെന്നുള്ള ബോധ്യം നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. അവൾ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് പരിചാരിക പറഞ്ഞിട്ട് അവൾ കടന്നു പോവുക. എന്താണ് സമയം? സമയത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണവേളയിൽ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. ദൈവം പ്രവർത്തിക്കാനൊരു സമയമുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ദൈവം പ്രവർത്തിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം, നമ്മളെ തന്നെ രൂപപ്പെടുത്തണം. കുടുംബനാഥൻ തൻ്റെ മനസ്സുരുകിക്കൊണ്ട് രക്ഷകനായ ക്രിസ്തു അവിടെ നിന്നിട്ടും മനസ്സിലാക്കാതെ പോയതിൻ്റെ ഒരു കുറവ് മനസ്സിലാക്കുന്നതായിരുന്നു അവൻ്റെ സമയം. അപ്പോൾ പണികളിൽ ജലം നിറഞ്ഞ് അത് മെച്ചപ്പെട്ട വൈനായിട്ട് മാറി. സമയം എന്ന് പറയുന്ന ഒരു നിശ്ചിത കാലയളവിൽ അല്ല എന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. പിതാവേ, ഇതാ എൻ്റെ സമയം ആയിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ക്രിസ്തു പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ എല്ലാം നവീകരിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ദൈവം വിളിച്ചിരിക്കും. ഒരു വലിയ ഉത്തരവാദിത്വം വിവാഹമെന്ന ഉടമ്പടിയിലൂടെ ദമ്പതിമാരെ ഏറ്റെടുക്കുന്നുണ്ട്. മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്നും സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറാമെന്നും ജനിപ്പിക്കുന്ന മക്കളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റുന്ന വിധത്തിൽ ജീവിക്കാമെന്നും അവരെ അങ്ങനെ വളർത്താമെന്നും ഒക്കെ ഉള്ള വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ആദ്യമേ മണവാളൻ മണവാട്ടിയെ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ജീവിതാവസാനം വരെ നിലനിർത്താനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ഇന്നിൻ്റെ ഒരു ആവശ്യകത.
വിവാഹം കഴിഞ്ഞ ഉടനെ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം താമസിച്ച് പരസ്പരം ഭിന്നതയും കലഹവും പരസ്പരം മനസ്സിലാക്കാതെയും കടന്നുപോകുന്ന ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് വിവാഹം വേർപെടുത്തുന്നത് ഒരു സാധാരണ ഫാഷനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. വിശ്വസ്തതയില്ല, സ്നേഹത്തിൻ്റെ നിറവില്ല, പരസ്പര സഹകരണമില്ല, സമർപ്പണമില്ല, തൻ്റെ ഇഷ്ടം, തൻ്റെ താല്പര്യം സമൂഹം കാണിച്ചു കൊടുക്കുന്ന വഴിയെ പോകാനായിട്ട് ഉള്ളൊരു വ്യഗ്രത. ക്രൈസ്തവ വിവാഹം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റാണ്, വലിയൊരു ഉടമ്പടി. കർത്താവ്, ഭർത്താവ്, ഭാര്യ ഇവർ 3 പേരും ചേർന്നുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹമെന്ന് പലപ്പോഴും പലരും മറന്നു. ഇതിൽ ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്താൻ അത് വിവാഹമല്ല. ഭാര്യയും ഭർത്താവും ചിന്തിക്കുന്നു, ഞാൻ ഭാര്യയും മാത്രം മതി, കർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ കുടുംബജീവൻ തകർന്നു പോകും. ഭർത്താവ് ഭാര്യ വിചാരിക്കുന്നു, ഞാനും കർത്താവ് മതി, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട എന്ന് പറഞ്ഞാൽ അത് കുടുംബജീവിതമാകും. നിങ്ങൾ ഒറ്റ ശരീരമായിട്ട് മാറുന്നു കർത്താവിലൂടെ. അതൊരു വലിയ രഹസ്യമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ രഹസ്യം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് കാനായിലെ കല്യാണവേളയിലുണ്ടായ സമൃദ്ധി ഉണ്ടാവുക. പഴയ വിഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാനല്ല, പുതുതായി ആരംഭിക്കുന്ന ജീവിതം പുതുതായി തന്നെ നിലനിർത്തിക്കൊണ്ട് ആ പുതിയ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കാനായിട്ടുള്ളൊരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളതെന്നുള്ള ബോധ്യം നമുക്ക്. അതുകൊണ്ടാണ് ദൈവം വിശ്വസ്തനാണ്,